ഒരു ഭീഷണിയില്ല. ഈ മണ്ണ് മാറ്റിയില്ലെങ്കിൽ ഒരു ഭീഷണി ഇവിടെ വരാല്ല. അതാണ് കള്ളത്തരത്തിൽ റിപ്പോർട്ട് ഇന്ന് പേപ്പറിൽ കൊടുത്ത. ഇവിടെ പ്രദേശവാസികൾക്ക് ആശങ്കകളുണ്ട്, ഓൽക്ക് ഭീതിയുണ്ട്. ആ ഭീതി ഇവിടുത്തെ അധികാരികൾ തീർത്തു തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പഞ്ചായത്ത് ഓൾറെഡി സ്ഥലം കണ്ടെത്തിയതാണ്. ആ സ്ഥലം അനുയോജ്യമല്ല എന്നുള്ള കള്ള റിപ്പോർട്ടാണ് ഉണ്ടാക്കിയെന്നല്ല നമുക്ക് കിട്ടിയ വിവരം. ഇതിപ്പോൾ കോറിക്കാർ ഇവിടുന്ന് മാറ്റിയിട്ട് ഒരിക്കലും അനുയോജ്യമല്ലാത്തൊരു സ്ഥലത്തും ഒരിക്കലും ഇത്രയും വലിയൊരു ടാങ്കിനോ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിനോ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഒരു സ്ഥലത്താണ് വലിപ്പത് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ നമ്മൾ വീട് കിടക്കണേ. ഇപ്പോൾ ക്രഷറിൻ്റെ പൊട്ടിക്കലോടെ നമ്മുടെ വീട് ഒരു ഇതൊക്കെ പൊട്ടിക്കണേ. എല്ലായിടത്തും പൊട്ടിക്കണ കാരണം പൊട്ടാൻ ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇത്രയും വലിയ പ്രൊജക്റ്റ് വരുമ്പോൾ നമ്മുടെ സ്വത്തിനും എല്ലാത്തിനും ഭീഷണിയാണ്. ഏതാണോ അത് ഫസ്റ്റ് നിശ്ചയിച്ച സ്ഥലത്തേക്ക് അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിന് ഞങ്ങൾ ഇറങ്ങും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പരാതിയായിട്ട് പോയി എവിടെ ചെന്നാലും പരാതിപ്പെട്ടവനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഈ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാൻ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പരാതിയായിട്ട് പോയി എവിടെ ചെന്നാലും പരാതിപ്പെട്ടവനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഈ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാൻ കഴിഞ്ഞത്. കാരണം നമ്മൾ ഈ ക്രഷറിൻ്റെ വിഷയത്തിൽ ഒരു 80ഓളം വീടുകൾ പൊട്ടിയിട്ട് ഞങ്ങൾ ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ക്രഷർ മാഫിയൻ്റെ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തേക്ക് വരെ കയറാൻ പാടില്ല എന്നാണ് അപ്പം ഞങ്ങൾക്കൊക്കെ കിട്ടിയ ഓർഡർ. അതിന് ഇവിടുത്തെ അധികാരികൾ പോലും സപ്പോർട്ട് ചെയ്യുകയാണ്. ഇത്രയും ഭീഷണിയിൽ ഈ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് രണ്ടാമത്തെ ഒരു ഭീഷണിയാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിന് പരാതി കൊടുത്താൽ ഈ പരാതി കൊടുത്ത ആളുകൾ ഞങ്ങളെ നേരെ തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. വലിയൊരു പ്രോജക്റ്റ് വരുന്നത് ഇവിടെ പ്രദേശവാസികളോട് ആരോടും അവർ സംസാരിച്ചിട്ടില്ല. പഞ്ചായത്ത് പറഞ്ഞ ഇങ്ങനെ പ്രോജക്റ്റ് വരുന്നത് ഞങ്ങൾ തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളിടത്തോളം ഓല് പറഞ്ഞത് നമ്മളോട്. ഓലിനെ തലേ ദിവസമാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ നമ്മൾ വീട് കിടക്കുന്നത്. ഇപ്പോൾ ക്രഷറിൻ്റെ പൊട്ടിക്കലോടെ നമ്മളത് വീട് ഒരു ഇതൊക്കെ പൊട്ടിക്കണേ. എല്ലായിടത്തും പൊട്ടിക്കണ കാരണം പൊട്ടാൻ ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇത്രയും വലിയ പ്രൊജക്റ്റ് വരുമ്പോൾ നമ്മുടെ സ്വത്തിനും എല്ലാത്തിനും ഭീഷണിയാണ്. നമുക്ക് രാത്രി എന്താ ക്രഷറിൻ്റെ 3 മണി 3:30 ആകുമ്പോഴത്തേന് ഇത് നിൽക്കും. പക്ഷേ എന്താ വെച്ചാൽ ഇത് നമ്മൾ 24 hours നമ്മുടെ തലേൻ്റെ നെറുവിലാണ് ഈ ഭീഷണി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പോൾ ഈ പ്രോജക്റ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള വേറെ എടുക്കാഴ്ച മാറ്റിക്കോട്ടെ. നമുക്ക് ജനങ്ങൾ ഭീഷണിയുള്ള മാതിരി വെള്ളത്തിന് നമ്മൾ എതിരല്ല, കുടിവെള്ളം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കണേനൊന്നും. പക്ഷേ ഈ പ്രോജക്റ്റ് ഇവിടുന്ന് നിർത്തിക്കാണ്ട് വേറെ എടുക്കാച്ച് മാറ്റിക്കോട്ടെ. ആദ്യത്തെ സ്ഥലത്ത് നിന്ന് ഒരു മാറ്റിയതാണ് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് മണ്ണ് പരിശോധന നടത്തിയെന്ന് വേറെയുള്ള നക്കോല് പറഞ്ഞ്. പക്ഷേ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. കാരണം 2-3 ദിവസം ഞങ്ങളൊക്കെ ചോദിച്ചത് എന്താ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ മാന്തിന് JCB-നോട്. അപ്പം വെള്ളത്തിൻ്റെ ഇത് ഇവിടെ വന്നിട്ടില്ലല്ലോ, അത് അപ്പുറത്താണല്ലോ എന്നുള്ളത് എനിക്ക് പറഞ്ഞത്. അപ്പോൾ എന്ത് ആയാലും ഞങ്ങൾക്ക് ഭീഷണിയുടെ രൂപത്തിൽ ഇവിടെ ഇത് വരാൻ പാടില്ല എന്നുള്ളതിന്. അപ്പോൾ എല്ലാവരും നമ്മളൊപ്പം നിൽക്കണം എന്നുണ്ട്. 3.5 കോടി ഘനഅടി വെള്ളമാണ് ഇവിടെ വരുന്നത്. അതിന് പറ്റിയ സ്ഥലമല്ലത്. ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. നമ്മളെ കുഞ്ഞിട്ടേക്കാൻ്റെ കുഞ്ഞാപ്പൻ്റെ സ്ഥലമുണ്ട്. അതും 30 ഉറുപ്പ്യൻ്റെ താഴെയിട്ട് കിട്ടുന്ന സ്ഥലമാണ്. ഇവർ പേപ്പറിൽ 23-ാം തീയതി കൊടുത്തു 10 ദിവസം കൊണ്ട് സ്ഥലം ഏറ്റെടുക്കണമല്ല ഈ പദ്ധതി ക്യാൻസൽ ആകാൻ പറഞ്ഞൊരു ഓർഡറൊക്കെ. അതും കള്ളത്തരത്തിലാണ്. ഇവിടെ ഈ ക്രഷറിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം 80 സെൻറ്റും പിന്നെ ഒരു 60 സെൻറ്റും ഒരു 50 സെൻറ്റും വാങ്ങിയ സ്ഥലമുണ്ട് പഞ്ചായത്ത്. അതിൽ ആ സ്ഥലത്തിൽ പരിശോധന നടത്തി എന്നാണ് പറയുന്നത്. ഒന്നുമല്ല, ആ സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്ത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്രഷർ 5 ഏക്കർ ഭൂമി വാങ്ങുന്നത്. അവർക്കത് പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ സ്ഥലം അവിടുന്ന് മാറ്റാൻ കാരണം. ഇതിൻ്റെ 100% ഉത്തരവാദി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് ഭർത്താവ് ഒരേ ഒരാൾ NP മുഹമ്മദ്. കോരിട്ട മണ്ണാണ്. ഒരു ഭീഷണിയില്ല. ഈ മണ്ണ് മാറ്റിയില്ലെങ്കിൽ ഒരു ഭീഷണി ഇവിടെ വരാല്ല. അതാണ് കള്ളത്തരത്തിൽ റിപ്പോർട്ട് ഇന്ന് പേപ്പറിൽ കൊടുത്ത. പല അഭ്യൂഹങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പ്രദേശവാസികൾ കുടിവെള്ളം മുടക്കുകയാണ്, അതിന് സമരം ചെയ്യാണ്. ഇവിടെ അങ്ങനെ ഒന്നും ആരും ചെയ്തിട്ടില്ല. ഇവിടെ പ്രദേശവാസികൾക്ക് ആശങ്കകളുണ്ട്, ഓൽക്ക് ഭീതിയുണ്ട്. ആ ഭീതി ഇവിടുത്തെ അധികാരികൾ തീർത്തു തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇന്നത്തെ പത്രക്കുറിപ്പാണ്. ഇത് പത്രക്കുറിപ്പിൽ ന്യൂസ് കണ്ടതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോസ് ചെയ്തും ആ സത്യം ജനങ്ങളെ അറിയിക്കുന്നത്. ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞങ്ങൾ പറയുന്നുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ഉപഭോക്താക്കളാണ്. ഓരോടാണ് പറയുന്നത്. ഞങ്ങൾ ആരും ഇതിനെതിരല്ല. ഇതിന് ഫസ്റ്റായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ആ കോറിയുടെ അങ്ങേ ഭാഗത്ത്. പഞ്ചായത്തിൻ്റെ കൃത്യമായ സ്ഥലം അവിടെയാണ് ഈ പദ്ധതി വരുന്നതും ഡ്രോയിങ് തയ്യാറാക്കിയതും എല്ലാം അവിടെയായിരുന്നു. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ ജനവാസമുള്ള ഏരിയയ്ക്ക് ഇത് മാറ്റിയത്. അത് മാറ്റിയതും പോരാ, ഇത് താഴെ ഭാഗം മൊത്തം ഒരു ചെങ്കുത്തായ സ്ഥലമാണ്. ഒരു 1.5 ഏക്കർ സ്ഥലത്തിൽ ഏറ്റവും ഡേഞ്ചർ ഏരിയ ഉള്ളൊരു സ്ഥലത്താണ് ഈ ടാങ്ക് വെക്കാൻ പോകുന്നത്. അത് ഏത് അധികാരികളാണ് ഇത് കാണിച്ചു കൊടുത്തത്, ഡ്രോയിങ് വരച്ചതൊന്നും നമുക്കറിയില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരം ഇവിടെ അല്ല. ഈ അയൽവാസികൾക്ക് ഒരു ഗ്രാമശ്രീ വിളിക്കുക, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങൾ ചോദിച്ചില്ല. ഞങ്ങൾ ഇവിടെ വർക്ക് നടക്കുമ്പോൾ സംഭവം തന്നെ അറിയുന്നത്.
സത്യത്തിന് ഭയാനകമായ ടാങ്കാണ്. 23 ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കും 13 ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കും. ആ 2 ടാങ്കും ഒരു സ്ഥലത്ത് ഒരേ ലെവലിലാണ് വരുന്നത്. അതും ആ ചെങ്കുത്തായ വശത്ത്. ഈ പ്രൊജക്റ്റ് ഈ ഏരിയയിൽ നിന്ന് ഞങ്ങൾക്ക് ഏതാണോ അത് ഫസ്റ്റ് നിശ്ചയിച്ച സ്ഥലത്തേക്ക് അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിന് ഞങ്ങൾ ഇറങ്ങും. അത് ഞങ്ങളെ ജീവൻ ജീവൻ ഭീഷണിയിലാണ്. ഇനിയിപ്പോൾ അതിൽ എന്ത് വന്നാലും ഞങ്ങളതിന് മുന്നോട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രദേശവാസികൾ തീരുമാനിച്ചത്. അതിന് അധികാരികൾ കൺ തുറന്ന് ഇപ്പോഴും അവർക്ക് സമയമുണ്ട്. എന്താണോ ചെയ്യേണ്ടത് ആദ്യം കണ്ട സ്ഥലത്തേക്ക് ഇത് മാറ്റണമെന്ന് ഞങ്ങൾ വിനീതമായി വീണ്ടും. ഇതിപ്പോൾ നമ്മൾ തൃക്കലങ്ങോട് പഞ്ചായത്തിൽ 2-ാം വാർഡ് ആമയൂർ പുളിങ്ങോട്ടുപുറം എന്ന് പറയുന്ന കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പദ്ധതി വരുന്നത്. ഇവിടുന്ന് കുടിവെള്ള പദ്ധതിയായിട്ട് പോകുന്ന 3 പഞ്ചായത്തുകളിലേക്കാണ്. അതായത് പാണ്ടിക്കാട്, പോരൂർ, തൃക്കലങ്ങോട് പഞ്ചായത്തിലേക്കാണ് ഇവിടുന്ന് കുടിവെള്ള പദ്ധതി കൊണ്ടുപോകുന്നത്. ഈ കുടിവെള്ള പദ്ധതിക്ക് ഞങ്ങൾ ആരും എതിരല്ല. ഇതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് കണ്ടെത്തിയിരുന്ന ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമായിരുന്നു. അത് കാശ് കൊടുത്ത് പഞ്ചായത്ത് വാങ്ങിയ സ്ഥലമാണ്. എന്നിട്ട് വാട്ടർ അതോറിറ്റി അത് പരിശോധിച്ചിട്ട് വാട്ടർ അതോറിറ്റി ആ സ്ഥലം പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വാട്ടർ അതോറിറ്റി പുറത്തുവിട്ട കത്തിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, തൃക്കലങ്ങോട് വില്ലേജിലെ 378/178 സർവേ നമ്പറിലെ 118 സെൻറ്റ് സ്ഥലം ഈ ജലമിഷൻ പദ്ധതിക്ക് അനുയോജ്യമല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ ലെറ്റർ പേഡിൽ കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ടുള്ളത്. ഈ സംഗതി നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ തൃക്കലങ്ങോട് വില്ലേജ് അല്ല ഈ പ്രദേശം. പഞ്ചായത്ത് എടുത്തതും തൃക്കലങ്ങോട് വില്ലേജിലല്ല, മറിച്ച് കാരക്കുന്ന് വില്ലേജിലുള്ള സ്ഥലമാണ് പഞ്ചായത്ത് എടുത്തത്. അതാണ് ഈ നേരത്തെ ഞങ്ങളൊക്കെ സൂചിപ്പിച്ച തൊട്ടപ്പുറത്തുള്ള സ്ഥലം. ആ കാരക്കുന്ന് വില്ലേജിലെ ആ സ്ഥലം പഞ്ചായത്ത് എടുത്ത സ്ഥലത്തിൻ്റെ സർവേ നമ്പർ 113/1 എന്നുള്ളതാണ്. പക്ഷെ അതല്ല ഇവിടെ വാട്ടർ അതോറിറ്റി പരിശോധിച്ചതും വാട്ടർ അതോറിറ്റി അനുയോജ്യമല്ല എന്ന് എഴുതി കൊടുത്തതും ലെറ്റർ പേഡിൽ രേഖപ്പെടുത്തിയതും ഈ പഞ്ചായത്ത് എടുത്ത സ്ഥലത്തല്ല. ഇതായിരുന്നു ആദ്യം എടുത്തിരുന്നത്. 113/1 എന്ന് പറയുന്ന സർവേ നമ്പറിൽ കാരക്കുന്ന് വില്ലേജിലുള്ളതായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ വാട്ടർ അതോറിറ്റി കൊടുത്തതിൽ തൃക്കലങ്ങോട് വില്ലേജിലെ 378 എന്ന് പറയുന്ന ഈ സർവേ നമ്പർ പ്രകാരം ഒരു ഭൂമി ഈ പ്രദേശത്ത് എവിടെയില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഇവിടെയുള്ള കുടിവെള്ള പദ്ധതിക്കും അതിൻ്റെ വികസനത്തിനൊന്നും നമ്മൾ എതിരല്ല. മറിച്ച് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചെങ്കുത്തായ സ്ഥലത്ത് ഇപ്പോൾ ആരുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് ചെങ്കുത്തായ സ്ഥലത്ത് ഈ വാട്ടർ ടാങ്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് ഭീഷണിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. ഞങ്ങളുടെ മഴ പെയ്താൽ തന്നെ ഇവിടുന്ന് കുത്തിയൊലിച്ച് വെള്ളം ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലേക്കാണ് വരുന്നത്. ആ സമയത്ത് തന്നെ പേടിച്ചിട്ടാണ് ഞങ്ങളൊക്കെ കഴിയുന്നത്. അതിന് പുറമെയാണ് ഇതുപോലെയുള്ള വലിയ 35 ലക്ഷം ലിറ്റർ വെള്ളം ഇവിടെ സംഭരിക്കുന്ന ഒരു ടാങ്ക് വരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭയങ്കരമായ ഭീഷണിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പഞ്ചായത്ത് ഇത് ആദ്യം കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഈ സംഗതി മാറ്റി ഇതിൻ്റെ ഉപഭോക്താക്കളായ ആൾക്കാർക്ക് വെള്ളം കിട്ടുന്ന രൂപത്തിൽ ഇത് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കുന്നത്. ഇത് ഇവിടെ വരുന്ന കുടിവെള്ളത്തിൻ്റെ എതിര് എന്നല്ല ഞങ്ങൾ മൊത്തത്തിൽ നാട്ടുകാരുടെ ഇത് കണ്ടില്ലേ, 100 മീറ്റർ അടുത്താണ് വീട് വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ മേൽ ഇത്രയും വലിയൊരു ടാങ്കാണ്. 23 ലക്ഷം ലിറ്ററിൻ്റെ ഒരു ടാങ്കും 15 ലക്ഷം ലിറ്ററിൻ്റെ ഒരു ടാങ്കുമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇതിന് അനുയോജ്യമായ സ്ഥലം ആദ്യം ഒരിക്കൽ കണ്ടെത്തി ഈ മലൻ്റെ അപ്പുറത്തായിരുന്നു, ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്താണ്. അത് പിന്നെ ഈ കണ്ടോ 100 മീറ്റർ അടുത്തുള്ള ഈ ക്രഷറിൻ്റെ കോറിക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം മാറ്റം മുഴുവൻ ഇതിന് സംഭവിച്ചിട്ടുണ്ടായിട്ട്. കാരണം എന്താ പറയുക, അവരെ കോറിക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നാണ് ഇപ്പോൾ ഇവർ കണക്കാട്ടി. ഇപ്പോൾ തന്നെ ഈ കോറിൻ്റെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു 80ഓളം വീടുകൾ പൊട്ടിക്കിടക്കുകയാണ്. വില്ലേജ് ഓഫീസർ, അതുപോലെ പഞ്ചായത്ത്, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിന് അന്വേഷിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരും ആ വീട് പൊട്ടിക്കിടക്കുന്നത് ഇവർക്ക് ബോധ്യമായിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് പൊട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരാവസ്ഥ ഞങ്ങൾക്ക് തന്നും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അതിനെ മറികടക്കാൻ ആർക്കും തയ്യാറല്ല. അപ്പോൾ അതിന് വലിയൊരു വീതിയാണ് ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകണം. ഈ കൂടിക്കിടക്കണ മണ്ണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മണ്ണല്ല, അത് ആ 2 സൈഡ് കീറിയിട്ട മണ്ണ് മാത്രമേ ഉള്ളൂ. ഇത് വരുമ്പോൾ എന്താ വെച്ചാൽ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഭയാനകരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഈ കോറിൻ്റെ അനുഭവിക്കുന്ന അതേ ജനങ്ങൾക്ക് തന്നെയാണ് വീണ്ടും വേറൊന്നും കൂടി ഇവിടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് സ്ഥലം മാറ്റലാണ് ഞങ്ങളുടെ ആവശ്യം. പഞ്ചായത്ത് ഓൾറെഡി സ്ഥലം കണ്ടെത്തിയതാണ്. ആ സ്ഥലം അനുയോജ്യമല്ല എന്നുള്ള കള്ള റിപ്പോർട്ടാണ് ഉണ്ടാക്കിയെന്നല്ല നമുക്ക് കിട്ടിയ വിവരം. ഇതിപ്പോൾ കോറിക്കാർ ഇവിടുന്ന് മാറ്റിയിട്ട് ഒരിക്കലും അനുയോജ്യമല്ലാത്തൊരു സ്ഥലത്തും
ഒരിക്കലും ഇത്രയും വലിയൊരു ടാങ്കിനോ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിനോ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഒരു സ്ഥലത്താണ് ഇവലിപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴത്തുള്ള 19ഓളം വീടുകൾ പിന്നെ ഭയങ്കര ഭീഷണിയിലും, പിന്നെ അത് മാത്രമല്ല ഈ സ്ഥലം ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്, പാറയാണ് മൊത്തത്തിൽ. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് അല്ലാതെ തന്നെ മഴ പെയ്താൽ ഞങ്ങൾ പേടിച്ചിട്ടാണ് താഴത്ത് താമസിക്കുന്നത്. പിന്നെ ഇതും കൂടി വന്നാൽ ഒരിക്കലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ വരാനുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പോലും ഇങ്ങോട്ട് മാറ്റിയെന്നല്ലോ. നമ്മൾ ഈ കുടിവെള്ളത്തിന് നമ്മൾ എതിരല്ല. നമ്മളെ ആവശ്യം ഇവിടുന്ന് സ്ഥലം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ഇത് സ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഈ പ്രദേശവാസികൾ മൊത്തം ഞങ്ങൾ പോർച്ചുഗീസായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് പോലും ഇവിടേക്ക് ഈ സൗകര്യമില്ലാത്ത സ്ഥലത്തേക്ക് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് കൊടുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് നമുക്ക് വ്യക്തമാക്കണം.